ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു കേരള പി സി ടോക്സ്. സോ നമ്മൾ 2 ദിവസമായിട്ട് ന്യൂസ് പേപ്പറിലും യൂട്യൂബിലും ഒക്കെ കണ്ടുകൊണ്ട് വരുന്ന ഒരു കാര്യമാണ് നമ്മുടെ PSCയുടെ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ അപേക്ഷിക്കാനുള്ള പ്രായപരിധി 36 നിന്നും 40 ആക്കിയിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. അതിനിപ്പോ നമുക്ക് ഇപ്പൊ ഈ കമ്പനി ബോർഡ്, LGS, VFA അതൊക്കെ വിളിച്ചു കഴിഞ്ഞ എക്സാംസ് ആണ്. ഇനി വിളിക്കാൻ പോകുന്ന എക്സാംസിനായിരിക്കും ഈ പറഞ്ഞ പ്രായപരിധി പ്രാബല്യത്തിൽ വരിക. കാരണം പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞു. എന്താ പറയാ, ഇനി വരാൻ പോകുന്ന ഇപ്പറഞ്ഞ ഞാൻ മെയിനായിട്ട് ഇപ്പൊ LDCന്റെ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. LDCക്കൊക്കെ ഇനി 40 വയസ്സ് വരെ ജനറൽ കാറ്റഗറിക്ക് അപേക്ഷിക്കാൻ പറ്റും. SC/ST ആണെങ്കിൽ 45, OBC ആണെങ്കിൽ 43. അങ്ങനെയാണ് ഇപ്പൊ അപേക്ഷിക്കാനുള്ള ഇത് വന്നിട്ടുള്ളത്. അപ്പൊ എന്ത് ചെയ്യാ, നമുക്ക് കുറെ പേർക്ക് അത് സന്തോഷമുള്ള വാർത്തയാണെങ്കിൽ കുറെ പേർക്ക് വിഷമാക്കിയിട്ടുണ്ട്. കാരണം ഞാൻ കുറെ വീഡിയോസ് കണ്ടു. എന്താണ് പ്രായപരിധി കൂട്ടിയിട്ട് എന്താ കാര്യം, ചിലപ്പോ പെൻഷൻ പ്രായം 60ലേക്ക് ആക്കാന്ന് കുറെ പേര് പറയുന്നുണ്ട്. അതുപോലെ എന്ത് ചെയ്യാ, ഈ പറഞ്ഞ പോലെ വാക്കൻസി ഇല്ല, കുറെ നിയമനം ഇല്ല. അതുകൊണ്ട് ഈ ഉദ്യോഗാർത്ഥികൾ കൂടിയിട്ട് കാര്യമില്ല, കോമ്പറ്റീഷൻ കൂടുകയാണ് ചെയ്യുള്ളൂ. അപ്പൊ കുറെ പേർക്ക് പേടിയാണ്. അതുപോലെ ഇപ്പൊ എന്റെ അവസാന വർഷമാണ് എന്ന് പറഞ്ഞ് കാത്തിരിക്കുന്നവരുടെ ഒരു എന്താ പറയാ, അവർക്ക് കുറച്ച് വർഷം കൂടെ കൂട്ടിക്കിട്ടി. ഓക്കെ, അപ്പോ അതവിടെ നിൽക്കട്ടെ. നമ്മളിപ്പോ പറയാൻ പോകുന്നത് LDC, നമ്മുടെ ഈ ഒരു വർഷം ലാസ്റ്റോട് കൂടി LDCയുടെ നോട്ടിഫിക്കേഷൻ വരും. അപ്പോ എന്ത് ചെയ്യാ, 2026 നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ 2027 അതിന്റെ എക്സാം നടക്കാൻ പോകുന്നുണ്ട് അല്ലേ. അപ്പൊ നമുക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ് വരാൻ പോകുന്നത്. ഈ പറഞ്ഞ പോലെ കമ്പനി ബോർഡ്, LGS, VFA, വെബ്കോ, LDക്കൊക്കെ ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കൊക്കെ ഒരു നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് വരാൻ പോകുന്നത്. അപ്പൊ ഇതിനോടൊപ്പം നമ്മുടെ ഈ LDCക്കും കൂടെ വേണ്ടിയിട്ട് പഠിക്കുക. ഒരു വർഷം നമുക്ക് ഉണ്ടാവും കയ്യിൽ എന്തായാലും, അല്ലേ. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽസ് ആദ്യം നോക്കാം. ഇതിന്റെ കഴിഞ്ഞ പ്രീവിയസ് എക്സാമിന്റെ കാറ്റഗറി നമ്പർ വരുന്നത് 503/2023 ആണ് കേട്ടോ. 2023 ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നത്. ഇനി 2026 വരാൻ പോകുന്നത്. നമുക്കറിയാലോ, LDC 3 വർഷം കൂടുമ്പോഴാണ് വിളിക്കാറുള്ളത്. ഓക്കെ, ഇനി നമ്മുടെ പ്രീവിയസ് ഞാൻ അതിന്റെ ആപ്ലിക്കേഷൻ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ എന്നാ വന്നത്, 30/11/2023 വന്നിട്ടുള്ളത്. 30/11/2023 ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത്. ലാസ്റ്റ് ഡേറ്റ് എന്നായിരുന്നു, 3/1/2024. അപ്പൊ ഡിസംബർ അല്ലെങ്കിൽ നവംബർ, ഡിസംബർ ഏതെങ്കിലും ഒരു മാസം നമുക്ക് എന്തായാലും LDCയുടെ നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാം. ഓക്കെ, ഇനി ഇതിന്റെ എക്സാം എന്നായിരുന്നു നടന്നിട്ടുണ്ടായിരുന്നു നമുക്ക് നോക്കാം. 2024, അതായത് ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ മാസം. എന്റെ ഒരു കണക്ക് ശരിയാണെങ്കിൽ ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്ന എക്സാം തന്നെയായിരുന്നു LDC. 2024 ഈ ഒരു മാസങ്ങളിലൊക്കെ തന്നെയാണ് ഇതിന്റെ എക്സാംസ് നടന്നിട്ടുണ്ടായിരുന്നത്. റാങ്ക് ലിസ്റ്റ് എന്നായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്, 8ാം മാസമായിരുന്നു. 8ാം മാസം എന്ന് പറയുമ്പോൾ ഓഗസ്റ്റ് ആണ്, 1-ാം തീയതി 2025 വന്നിട്ടുണ്ട്. അപ്പൊ ഇതിന്നാണ് ഇപ്പൊ ഈ പറഞ്ഞ അപ്പോയിന്റ്മെന്റ്സ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ അടുത്ത എക്സാമിന്റെ റാങ്ക് ലിസ്റ്റ് വരുന്ന വരെ ഈ 2025 വന്ന റാങ്ക് ലിസ്റ്റിനായിരിക്കും അപ്പോയിന്റ്മെന്റ്സ് നടക്കുക. ഓക്കെ, ഇനി അടുത്ത നോട്ടിഫിക്കേഷൻ എപ്പോന്ന് ചോദിക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞു 2026 ഡിസംബറിൽ പ്രതീക്ഷിക്കാം. എക്സാം 2027. ഇപ്പൊ റാങ്ക് ലിസ്റ്റ് ആണെങ്കിൽ 2028 നമ്മളിത് എന്തായാലും നോട്ടിഫിക്കേഷൻ വന്ന് എക്സാം നടക്കുക. വന്ന് ഒരു വർഷം കഴിഞ്ഞിട്ട് നമുക്ക് എക്സാം, അത് കഴിഞ്ഞിട്ട് ഒരു വർഷം ഇപ്പൊ ഈ 3 വർഷം നമുക്ക് കണക്ക് കൂട്ടാം. എന്താന്ന് വെച്ചാൽ 2026 ഇപ്പോ നമുക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഇപ്പോ 2027 എക്സാം വരുന്നത്. അത് അടുത്ത വർഷം ഫെബ്രുവരിയിലേ ആയിട്ടുള്ളൂ 2028 റാങ്ക് ലിസ്റ്റ്. അപ്പൊ അങ്ങനെ കണക്ക് കൂട്ടിയ ഒരു 2.25 വർഷം തന്നെ എടുക്കുന്നുണ്ട് നമുക്ക് ഒരു എക്സാമിന് വേണ്ടിയിട്ട്. ഇനി നമ്മുടെ വരാൻ പോകുന്ന നോട്ടിഫിക്കേഷന്റെ ഏജ് ലിമിറ്റ് ആണ് ഇപ്പൊ ഞാൻ പറയാൻ പോകുന്നത്. അത് ഏജ് ലിമിറ്റ് പറയാൻ കാരണം ഇപ്പൊ പറയാം, ജനറൽ കാറ്റഗറിക്ക് 40 വയസ്സ് ഞാൻ പറഞ്ഞു. അതുപോലെ OBC 43 വയസ്സ്, SC/STക്ക് ആണെങ്കിൽ 45 വയസ്സ്. ഇനി ഇത് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും, എങ്ങനെ ഇനി കാണിച്ചു തരാം. വർഷം കാണിക്കുമ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് വരും. ഇതിന്റെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം. നമുക്ക് എല്ലാ ജില്ലയിലും ഡിസ്ട്രിക്ട് വൈസ് ആയിരിക്കും നമുക്ക് എക്സാം ഉണ്ടാവുക. അത് നിങ്ങൾ ശ്രദ്ധിക്കുക, ഡിസ്ട്രിക്ട് വൈസ് ആയിരിക്കും എക്സാം ഉണ്ടാവുക. ഓക്കെ, ഓരോ ജില്ലയ്ക്കും ഓരോ എന്തുണ്ടാവും, റാങ്ക് ലിസ്റ്റ് ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഇതിന്റെ ഏജ് ലിമിറ്റ് നമുക്ക് നോക്കാം. 10ാം ക്ലാസ് പാസ്സായി ഏതൊരു വ്യക്തിക്ക് നമുക്ക് ഈ ഒരു
നോട്ടിഫിക്കേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റും കേട്ടോ. ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞ പാസ്, SSLC എക്സാമിനേഷൻ കേട്ടോ. പാസിന് SSLC എക്സാമിനേഷൻ അല്ലെങ്കിൽ അത് ഇക്വലന്റ് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ ഉണ്ടായാൽ മതി. ഓക്കെ, ഇനി ഇതിന്റെ ഏജ് ലിമിറ്റ് ഇതിലിപ്പോ 18 to 36 കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഇനി എന്ത് ചെയ്യും, 40 ആവും. 40 ആവും അല്ലേ? ഇനിയിപ്പോ വരാൻ പോകുന്ന എക്സാംസിൽ ഇവിടെ 40 ആവും. ഇപ്പൊ 2023 നോട്ടിഫിക്കേഷൻ ആണ് ഈ പറഞ്ഞ 2/1/1987 87 ശേഷവും 1/1/2005 ഉള്ളിൽ ജനിച്ചവർക്കാണ് ഈ നോട്ടിഫിക്കേഷൻ അയക്കാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ. ഓക്കെ, ഇനി ഇത് നമ്മുടെ ഈ 40 വയസ്സാക്കിയതിന് ശേഷം എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? 2026 നോട്ടിഫിക്കേഷൻ വരുമ്പോ ആർക്കെങ്കിലും അറിയോ അങ്ങനെ കണക്ക് കൂട്ടാൻ? അത് ഇപ്പൊ ഞാൻ കണക്ക് കൂട്ടിയിട്ടാണ് ഞാൻ പറഞ്ഞു തരുന്നത്. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ തന്നെ പറയുക. ഇനി അല്ല, നിങ്ങൾക്ക് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് പറയുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ ഇല്ലേന്ന് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ കമന്റ് ആയിട്ട് ചെയ്താൽ മതി. ഇനി നമുക്ക് ഇവിടെ വരുമ്പോൾ ഡേറ്റ് 87 മാറിയിട്ട് 86 ആവും. ഓക്കെ, 86 ആവും. 2005 എന്നുള്ളത് 2008 ആവും. 2008 ആവും. 40 വയസ്സാക്കിയതിന്റെ ആയിട്ട് ഈ പറയണത് 40 വയസ്സ് ആക്കിയതിന്റെ ഉള്ള കണക്കാണ് ഞാൻ പറയുന്നത്. 2/1/1986 അതിനുശേഷവും 1/1/2008 ഉള്ളിൽ ജനിച്ചവർക്കാണ്. അങ്ങനെയുള്ള 18-40 വയസ്സ് നിങ്ങൾ കണക്ക് കൂട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും. പിന്നെ ഇതിന്ന് റിസർവേഷൻ വരുമ്പോഴായിരിക്കും വർഷങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുക. അതിൽ ഡൗട്ട് ഉള്ളവർ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് എനിക്ക് അയച്ചു തന്നതിന് കമന്റ് ഇട്ടാൽ മതി. നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് വർഷം വിത്ത് ഡേറ്റും വേണേ. ഈ 1/1 ഒക്കെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഈ 1/1 ഈ 2/1 ഒക്കെ ഈ ഒരു ഡേറ്റ് ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, വർഷം വിത്ത് ഡേറ്റ് ആ ഒരു ഇപ്പോ ഡേറ്റ് ഓഫ് ബർത്ത് പറയുകയാണെങ്കിൽ 1/2/1991 അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതേപോലെ തന്നെ എനിക്ക് അയച്ചു തരാം. അങ്ങനെയാണ് എനിക്ക് കണക്ക് കൂട്ടിയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റുള്ളൂ. ഇപ്പൊ OBC-കാർക്കാണെങ്കിൽ 3 വർഷം റിലാക്സേഷൻ ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പോ അതിനനുസരിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓക്കെ അല്ലേ? അപ്പൊ എന്ത് ചെയ്യാ, നമ്മുടെ ഇപ്പൊ വരാൻ പോകുന്ന ഇപ്പൊ നടക്കാൻ പോകുന്ന VSCയും അതുപോലെ ബിവറേജ് LDCക്കൊക്കെ ഏകദേശം ഒരേ സിലബസ് തന്നെ ആയിരിക്കും. അപ്പൊ അതിനനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, സിലബസ് പ്രിന്റ് ഔട്ട് എടുത്ത് വെച്ച് ഇപ്പോഴേ പഠിച്ചു തുടങ്ങാം. ഇനി ഇതിന് സ്റ്റഡി പ്ലാൻ വേണമെങ്കിൽ, അതായത് നമ്മൾ ഇപ്പൊ തൊട്ടേ പഠിക്കുകയാണെങ്കിൽ നമുക്ക് ഓരോ ദിവസം ഒരു ടോപ്പിക്കിൽ 2 ടോപ്പിക്കൊക്കെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പഠിക്കാൻ പറ്റും. അപ്പോൾ സ്റ്റഡി പ്ലാൻ വേണമെങ്കിൽ അത് പറഞ്ഞാൽ മതി. ഞാൻ അതിനൊരു LDCക്ക് വേണ്ടിയിട്ട് ഒരു ഫൗണ്ടേഷൻ പോലെ നീണ്ടു നിൽക്കണ പോലെ ഒരു സ്റ്റഡി പ്ലാൻ തയ്യാറാക്കി തരാം. ഡെയിലി ഓരോ ടോപ്പിക്ക് പഠിക്കണം എങ്ങനെയാന്നുള്ളത്. അപ്പൊ ഞാനും പഠിക്കുന്നുണ്ട്, ഞാനും എക്സാം എഴുതുന്നുണ്ട്. ഇനി വരാൻ പോകുന്ന LDC ഞാനും എഴുതുന്നുണ്ട്. അപ്പൊ എനിക്കും അത് യൂസ്ഫുൾ ആയിരിക്കും. ഇനി അല്ല നിങ്ങൾക്ക് ഒരു ഓൺലൈൻ കോച്ചിങ് എടുക്കണം അല്ലെങ്കിൽ ഓഫ്ലൈൻ കോച്ചിങ് എടുക്കുന്നുണ്ടെങ്കിൽ അത് എടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു സ്റ്റഡി പ്ലാൻ ഒക്കെ ഉണ്ടാക്കി അവർ തരുന്ന നോട്ടൊക്കെ വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കുക. ഓക്കെ, അപ്പോൾ അപ്ലൈ ചെയ്യേണ്ട വല്ല ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. അതല്ല നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്താൽ മതി. ഞാൻ അതിനുള്ള റിപ്ലൈ ഞാനും തരുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ ഈ വരാൻ പോകുന്ന 2026 എക്സാം നിങ്ങൾ എന്ത് ചെയ്യാം, ഈ പറഞ്ഞ ഏജ് റിലാക്സേഷൻ ഒക്കെ കഴിഞ്ഞിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്നവരും ഈ വർഷം എന്റെ ലാസ്റ്റ് ഇയർ ആണെന്ന് പറഞ്ഞിരുന്നവർക്കൊക്കെ ഒരു ഓപ്പർച്യൂണിറ്റി ആണ്. അത് നല്ലപോലെ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, പഠിക്കുക, റാങ്ക് ലിസ്റ്റിൽ ഇടം നേടിയിട്ട് നമുക്കൊരു ജോലി വാങ്ങാം. ഓക്കെ, അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഞാൻ പറഞ്ഞ പോലെ ഡേറ്റ് ഓഫ് ബർത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റൂല്ലേ എന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. അതിനുശേഷം നിങ്ങൾക്ക് പഠിക്കാൻ തുടങ്ങാമല്ലോ. ഇപ്പൊ തന്നെ പഠിച്ചു തുടങ്ങി ആ ഒരു സമയത്തേക്ക് ബൾക്കായിട്ട് ഉണ്ടാവില്ല. ഓക്കെ, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.